ആഹാ ഇതെങ്ങോട്ടാ? അല്ല ഇതാർക്കാ ഈ ചായ? എനിക്ക് എന്തിനു ചായ കുടിക്കാൻ പാടില്ല? അയ്യോ ഇഷ്ടംപോലെ കുടിക്കാം, കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലാസർ ഇതുവരെ ഇങ്ങനെ ഓഫീസിൽ വെച്ച് ആയിട്ട് കുടിക്കുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുതലാളിമാരല്ലേ പറഞ്ഞേ ചായ കുടിക്കാൻ തോന്നുമ്പോ ഉണ്ടാക്കി കുടിക്കണം ലാസ്റ്ററിന്ന്. അത് ഞാനൊന്ന് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ. നല്ല തീരുമാനം. ഇങ്ങനെ പ്രാക്ടിക്കലായി തന്നെ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം. അങ്ങനെ ഒന്നും ചിന്തിക്കാത്തോണ്ടാ നമ്മളിപ്പോ ഈ ഗതിയിലിരിക്കുന്നത്. ഓ ഡാർക്ക്, രാവിലെ തന്നെ ഉള്ളൊരു ഫിലോസഫി. ലാസർ ക്ഷമിക്കണം, ഒരു ചായ കുടിക്കാൻ എന്തൊക്കെ കേൾക്കണമെന്ന് ലാസറിന് തോന്നിക്കഴിഞ്ഞാൽ അതിലെനിക്കൊരു കുറ്റം പറയാനില്ല. സത്യം, ഞാനത് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പൊ നിന്ന് കറങ്ങണ്ട, ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ശരി. അവന്റെ കുഞ്ഞു വെച്ച് തന്നെ ഇത്രയും കൊച്ചാക്കണ്ടായിരുന്നു. അയ്യോ ഞാൻ കൊച്ചാക്കിയതല്ല, ഒരു സത്യം പറഞ്ഞതാ. ജസ്റ്റ് പറഞ്ഞ ആ അത് പറയണ്ടേ? വായിക്കോട്ടെ. ഓഫീസ് റൂമിൽ പാമ്പോ? പാമ്പല്ലടാ, ഞാനാ. എന്താ എന്താ ഇത്? എന്ത്? അല്ല ചായ എന്തെങ്കിലും വേണോ? നീ എന്നെ കൂടുതൽ കുടിപ്പിച്ച് കിടത്തല്ലേ? നിന്റെ ഉദ്ദേശം എന്താന്നാ ഞാൻ ചോദിച്ചേ. ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട്, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇപ്പൊ ടോണിനൊക്കെ ഒരു മാറ്റം, ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലേ അത് നാലായിട്ട് മടക്കി കീശ വെച്ചിരുന്നാ മതി. എന്റെ പൊന്നു ഇവിടെ ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ നമ്മുടെ ഓഫീസിലെ കുറച്ച് കൊറിയർ അയക്കാനുണ്ട്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല. നീ എന്താ ആളെ കളിയാക്കുവാണോ? പിന്നെ ഞാൻ എന്താ പറയേണ്ട വേണം? മേഡം എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സത്യം തന്നെയാണ്. അത് ഞാൻ ഈ നിമിഷം വരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേഡം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാറില്ല. അത് ഞാൻ എല്ലാവരും മുമ്പിൽ നിൽക്കണോണ്ടല്ലേ. ഇൻ കേസ് മേഡം വിളിക്കുന്നത് അവർ കണ്ടു എന്ന് വിചാരിക്കും, അവർക്ക് ഡൗട്ട് അടിക്കില്ല നമ്മളെ. അതും ഒരു ശരിയാണ്. അതുകൊണ്ടാണ് മേഡം ഞാൻ ഫോൺ എടുക്കാതെ, അല്ലാതെ എനിക്ക് വേറൊരു പ്ലാനിങ്ങും ഇല്ല. ശരി, നീ ടെൻഷൻ ആവല്ലേ. മേഡം അതോർത്ത് പേടിക്കണ്ട, ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായി. അവർക്ക് നിന്റെ മേൽ നല്ല വിശ്വാസമുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. അത് കൂടാതെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടി നീ ചെയ്യണം. എന്താ മേഡം? ഈ ജോമിയും ടോമിയും നമുക്ക് തെറ്റിക്കണം. ഇവർ ഒരുമിച്ച് നിന്നാ എന്റെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവത്തില്ല. ഈ തെറ്റിക്കണമെന്ന് പറഞ്ഞ? തെറ്റിക്കണമെന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ട കീരിയും പാമ്പും പോലെ ആവണം രണ്ടും. ഒരാളോട് ഒരാൾ ചതി ചെയ്തു എന്നുള്ളൊരു തോന്നല് ഇവർക്ക് രണ്ടുപേർക്കും വരണം. പക്ഷെ എങ്ങനെയാ തെറ്റിക്കേണ്ടതെന്ന് മാത്രം മേഡം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ മീനു ഇല്ലേ, മീനുവിനും തെറ്റി? മീനുവിനൊന്നും പറ്റിയില്ല, നമുക്ക് പറ്റിക്കണം. ശാരീരികമായിട്ട് ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കൂല കേട്ടോ മേഡം. എന്നെ നിർബന്ധിക്കും ചെയ്യരുത്. എടാ, ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട്. മനസ്സിലായില്ല. എടാ, നമ്മുടെ മീനുവിന് ടോമിയോട് ഒരടുപ്പമുണ്ട്. എന്തിനാ മേഡം വെറുതെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞുണ്ടാക്കണേ? ടോമിക്ക് മീനുവിനോട് തോന്നിയാലും മീനുവിന് ടോമിയോട് തോന്നാലും ഒരു ചാൻസും ഇല്ല. നിനക്ക് അത്രയ്ക്കും ഉറപ്പാണോ? ഞാൻ അവരെ ഡെയിലി കാണണല്ലേ. നീ വല്ലപ്പോഴും അവരുടെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ കാണുന്നതല്ലേ ഉള്ളൂ. ഞാനിവിടെ 24 മണിക്കൂർ CCTV ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കാണുന്നതല്ലേ. അവര് പരസ്പരം പറയാതെ പറയുന്നതും കണ്ണുകൾ കൊണ്ട് ഉടക്കുന്നതും ഒക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇനിയിപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും, മേഡം എന്താ സദാചാര പോലീസ് വിളിക്കാൻ പോവാ? അതല്ലടാ, ടോമിക്ക് ഈ ഓഫീസിൽ ഒരു കുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ട്. അത് ജോമിയിൽ നിന്ന് മറച്ചു വെച്ചു. അത് ജോമി കണ്ടുപിടിച്ചു. അങ്ങനെ ആവുമ്പോ അവര് തമ്മിൽ തെറ്റത്തില്ലേ? പിന്നല്ലാതെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ഇവര് പറയാതെ പറഞ്ഞു പോയിരിക്കുന്ന ഈ ബന്ധം പബ്ലിക് ആവണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. എന്ത് സഹായം?
പറയാം. എന്താണ് എത്ര ആലോചിക്കണേ? എടാ നമ്മളെ ലാസറേ, അയ്യോ ലാസറിന് എന്ത് പറ്റി? അവനൊന്നും പറ്റിയില്ല. അവൻ നമ്മൾ ആന്റിയുടെ ക്യാബിനകത്ത് നിൽക്കണം. ഛേ, ഇവൻ എന്ത് വയ്യേ, ഇവൻ ഇതിന് അതിനകത്തൊക്കെ പോകാൻ പോണത്. ഒന്നാ തള്ളയ്ക്ക് അവനെ കണ്ടുകൂടാ. അതല്ലേ, പക്ഷേ അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കണേ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എന്തായിരിക്കും അവർ സംസാരിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോ അറിയാൻ എന്ത് ചെയ്യും? അറിയാനിപ്പോ ഒരു വഴിയുണ്ട്. എന്തോ വഴി പറ. അവന്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്നുള്ള വഴി. അതെന്തായാലും നല്ല ഐഡിയ. നിങ്ങൾ ആരോട് എന്ത് ചോദിക്കണ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ? നിന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. എന്നോട് എന്ത് ചോദിക്കാൻ? നീ എന്തിന് ആന്റിയുടെ ക്യാബിനകത്തേക്ക് പോയി? അവരെന്താണ് നിന്നോട് സംസാരിച്ചത്? പറയടാ. നീ എന്തിന് ആന്റിയുടെ ക്യാബിനകത്തേക്ക് പോയി? അവരെന്താണ് നിന്നോട് സംസാരിച്ചതെന്ന് പറ. അതാണോ? അവിടെ കഴിഞ്ഞ മാസം 2 ഫയല് കാണാണ്ടായില്ല. അപ്പൊ അതിനെ പറ്റി സംസാരിക്കാൻ വിളിപ്പിച്ച. ഇത്രയല്ലേ? അത്രേ ഉള്ളോ? പിന്നെ അവരെന്തിനാണ് നിന്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്? അവര് നിന്റെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണല്ല സംസാരിച്ചതെന്ന് കാതടിച്ചു പോയി ക്യാബിനിൽ നിന്നപ്പോ. ചോമി കണ്ടല്ലേ? കണ്ടു. വേറെ ഒന്നുമില്ല, അത് പുള്ളിക്കാരി എന്നെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ച. എന്തോ അതായത് പുള്ളിക്കാരിയുടെ കൂടെ എന്നെ ചേർക്കാൻ വേണ്ടിയുള്ള പ്ലാനാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒന്നും മനസ്സിൽ വെക്കരുത്, നമുക്ക് പഴയ പോലെ ഒരുമിച്ച് നിക്കാന്ന് പറയാം. ഞാൻ നിക്കോ? ഓ, അപ്പൊ അതിന്റെ പ്രകാശമാണ് അവരെ മുഖത്ത് കണ്ടത്. പിന്നല്ലാതെ. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ എന്ത് വിശ്വസിച്ച് നിൽക്കുമെന്ന് വെച്ചു. എന്റെ മുതലാളിമാരുടെ മക്കൾക്ക് പണി കൊടുത്താൽ അവര് നാളെ അവര് എനിക്കിട്ട് പണിയില്ലെന്ന് ആരും ഉണ്ട്. പൊളിച്ച് അടഞ്ഞോന്നോ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ നേരെ ചാടി കടിക്കാൻ വന്നു. ഞാനൊരു കെട്ടോട്ടം കടിച്ചു. ലാസറേ, നീ വിഷമിക്കരുത്. നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ച ആ പരട്ട കളവിയെ നമ്മൾ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. അതിനുള്ള എല്ലാ പണിയും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പണി? സമയം ആവട്ടെ. നീ ഇത്ര ചെയ്തില്ലേ? അത് മതി നമുക്ക്. എന്റെ ദൈവമേ, അവരാണ് ഇവന്മാർക്കെതിരെ പണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാരാണ് അവർക്കെതിരെ മറുപണി. ഇതൊക്കെ എവിടെ പോയി നിൽക്കുക? നമ്മുടെ JP പെയിന്റ്സ് പറഞ്ഞ കൊട്ടേഷൻ എന്തായി? റെഡി ആയോ? ആര് പറഞ്ഞത്? JP പെയിന്റ്സ്. നീ എന്താ പേര് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? ഓ ശരിയാലേ, അങ്ങനെ ഒരു കമ്പനിക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുക്കാന്നുണ്ടായിരുന്നല്ലേ. അപ്പൊ നീ അത് ഇതുവരെ കൊടുത്തില്ലേ? ഒന്നാമത് എന്റെ കിളി പാറി നിക്കാ. ഞാൻ ഇന്നലെ ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫോട്ടോ ഒന്നും കാണുന്നില്ല. കാണാനില്ലെന്നോ? നീ എന്നിട്ട് എന്താ ആരോടത്ത് ചോദിക്കാഞ്ഞത്? ഇതേ ഞാൻ ഒരുമാതിരി കിളി പാറി നിക്കുമ്പോ ഒടുക്കത്തെ വന്ന് ഹോൺ അടിക്കാൻ നിക്കല്ലേ. ഹോണാ? അല്ല, ഫണ്ണടിക്കാൻ നിക്കല്ലേ. പിന്നെ ഫണ്ണടിക്കാതെ നീ നിന്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന നിന്റെ ഫയൽസ് കാണാനില്ലെന്ന് പറഞ്ഞ പിന്നെ ചിരിക്കാതിരിക്കോ? എടി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും മാറ്റി കോപ്പി ചെയ്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ ഞാൻ അത്ര ബോധമില്ലാതിരിക്കാണല്ലോ ഇവിടെ. എന്താ പറ്റി? നീ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച 5-6 ഫയൽസ് കാണുന്നില്ലെന്ന്. പക്ഷെ എന്റെ പൊന്നെ, ഇനിയിപ്പോ എന്നെ ചെയ്യണേ? എനിക്കൊരു എത്തും പിടിയില്ല എന്റെ ലാസ്റ്ററെ. ആ മേരി മേഡം ആണെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിനിടെ ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒക്കെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ പുറത്താവും. ഉറപ്പല്ലേ? അതെ, എന്ത് സംഭവിച്ചാലും ഈ കാര്യം മേരിമോട് അറിയരുത് കേട്ടല്ലോ. നിന്നെ എന്നോട് പറയുന്നേ? ഞാൻ ഇവിടെ നടക്കുന്ന മേരി മാഡത്തിന്റെ അടുത്ത് പറയാൻ പോയിട്ടിരിക്കുക. അല്ല, അതല്ല, രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് രേഷ്മയ്ക്കല്ല, അതുകൊണ്ട് പറഞ്ഞേ. വേണ്ട, കൂട്ടത്തിൽ ഇച്ചിരി വീടുവായത്തരം പറയുന്ന ശീലം എനിക്കുണ്ടെന്നുള്ളത് ഓക്കെ. പക്ഷെ ഈ കൂട്ടത്തിൽ നിന്ന് മീനൊന്നും ഞാൻ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. എന്നാ നിങ്ങൾക്കൊള്ളാം. എന്നാലും ഞാൻ ഈ ഫോൾഡർ ഒക്കെ കൊണ്ട് എവിടെ വെച്ചിട്ടുണ്ട്? എവിടെ കൊണ്ട് വെച്ചടി? സിസ്റ്റത്തിൽ പറ്റി വെക്കും. എല്ലാം തപ്പിയോ കൃത്യമായിട്ട്? അതെ, എനിക്കൊന്ന് ബെല്ലടിക്കാൻ, അല്ല ബില്ലടയ്ക്കാൻ വേണം. ബില്ല്. അപ്പൊ നിങ്ങൾ ഈ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് അരിച്ചു വർക്ക്. അത് ഞാൻ പോയിട്ട് തരാം. പേടിക്കണം കേട്ടോ. ശരിയാ. ലാസർ എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ തന്നിട്ടാണ് പോയത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും?
അല്ലെങ്കിൽ ലാസറിന് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറി അതൊന്നും തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ കണ്ടുപിടിക്കണ്ടേ. മീനു, നീ വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഞാൻ നല്ലൊരു ഐഡിയ പറയാം. നമുക്ക് നല്ലൊരു ചൂട് ചായ കുടിച്ചിട്ട് ഇരുന്ന് തപ്പി കണ്ടുപിടിക്കാം. റെഡിയാണ്? എനിക്ക് ചായയും തേങ്ങയൊന്നും വേണ്ട, നീ ഒന്ന് പോയേ. അയ്യോ അങ്ങനെ പറയരുത്. ചായയോട് അങ്ങനെ ദേഷ്യം കാണിച്ചാലേ ചായ ദൈവം വന്ന് കണ്ണി കുത്തും രാത്രിക്ക്. നീ വന്നേ, കുടിക്കാം, ചായ കുടിക്കാം, വാ. എന്നിട്ട് നമുക്ക് ആലോചിച്ചു. എന്റെ പോയ ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളല്ലേ, ഓഫീസിലെ എല്ലാവരോടും സമയത്ത് ഫോൺ വിളിക്കരുത്. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ എന്റെ കുറ്റം പറയുന്നത് കേട്ടോ. എടാ ലാസ്റ്റ് നീ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കാതെ, വെറുതെ ഒന്നും അല്ലല്ലോ, ഒരു കാര്യമുണ്ട്. മേഡം എത്ര അത്യാവശ്യം ഒരു മെസ്സേജ് പോലെ ഞാൻ വായിച്ചോളാം. അവിടെ ആണെങ്കിൽ എല്ലാവരും ആകെ വെപ്രണത്തിലാണ്. ഇപ്പൊ എന്തോ കാര്യം, ആ മീനുന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ചില ഫോൾഡറുകളോ ഫയലുകളോ എന്തോ കാണാനില്ല, അത് തന്നെയല്ലേ? അത് മേഡം എങ്ങനെയാ? എടാ അതൊക്കെ മാറ്റിയത് ഞാൻ തന്നെയല്ലേ. എന്തിന്? എടാ ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയാ? ആ മീനും ടോമിയും തമ്മിൽ അടുക്കണം, അതിനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് ഒരു ചർച്ച വരണം. അതിനായിട്ടാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. അല്ല മേഡം, ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് കിടക്കുന്ന ഫയല് കാണാതെ ഈ ടോമിയും മീനും തമ്മിൽ ഇങ്ങനെ അടുക്കണം? ഓ, ആ കാണാതെ പോയ ഫയൽ അവൾക്ക് എത്രമാത്രം വിലപ്പെട്ടാന്ന് നിനക്കറിയാമല്ലോ. അതിലൊരു സംശയമില്ല. ഫയല് പോയ കാര്യം മേഡം അറിഞ്ഞ അവിടെ പണി പോകുന്നു പേടിച്ചിട്ട് അവിടെ നടക്കണത് ഇവിടെ. അത് തന്നെയാ നമുക്ക് വേണ്ടത്. അവള് പണി പോകുന്നുള്ളൊരു പേടിയില് അവളൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകണം. അങ്ങനെ പോയ കേടാ, നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്തെ ഒരാള് സഹായിക്കാൻ വന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ഓ, നിങ്ങൾ ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവളെ സഹായിക്കാൻ വന്ന ഒരാളെ, അതിപ്പോ ആണായാലും ശരി പെണ്ണായാലും ശരി, അവന് മറക്കത്തില്ല. ഇവിടെ അങ്ങനെ സഹായിക്കാൻ വരുന്ന ഒരാളായിട്ട് ടോമി എത്തണം. ഇതാണ് എൻ്റെ പ്ലാൻ. മേഡം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കേട്ടിട്ട് എനിക്കൊരു ചാർജും കിട്ടണ്ടേ. പക്ഷെ ടോമിയെ കൊണ്ട് ഫയല് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല. എൻട്രി അടിക്കാൻ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് കൊണ്ട് പ്രകൃതകാരനാണ്. അതൊക്കെ നിന്റെ മിടുക്കാണ്. കാര്യങ്ങൾ പറഞ്ഞുതരാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ, ബാക്കിയൊക്കെ നിന്റെ ഉത്തരവാദിത്തം. അത് പിന്നെ മേഡം. ആ ശരി, നിർത്ത്, എനിക്ക് വേറെ ജോലിയുള്ളതല്ലേ, പൊയ്ക്കോ. ഇനിയാണ് ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നത്. എന്നാലും ഇത് എവിടെ പോയി? എടി, എനിക്ക് ചായ കുടിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ടെൻഷൻ അടിക്കാതിരുന്നൂടെ? ചായ കുടിക്കുന്നതാണല്ലോ എന്റെ പണി പോകുന്നതിനൊക്കെ വലിയ കാര്യം. എടി അതല്ല, ഇപ്പൊ ഈ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരുന്ന നിനക്ക് ആ ചിന്തിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ സോട്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ആ ഫോൾഡറുകൾ എവിടെ പോയി എങ്ങനെയും കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ലെങ്കിൽ ജോലികളെ കൂടുതൽ നമ്മൾ ഇതൊക്കെ രണ്ട് ഇവിടെ തന്നെ കാണുള്ളൂ. അച്ഛാ ഇനി തൊട്ടൊരു കാര്യം ചെയ്യാം, 2 കോഫി മെഷീൻ വെച്ച് ഇതിന്റെയൊക്കെ 2 ടേബിളിൽ വെച്ച് കൊടുക്കും. അപ്പൊ ഈ നടന്നു പറഞ്ഞ സമയമെങ്കിലും ലാഭം. ആ സെയിം കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കായിരുന്നു. നിങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി. അയ്യോ എന്തൊരാഗ്രഹം അല്ലേ, നടന്നത് തന്നെ. എനിക്ക് കോഫി മെഷീൻ ഞാൻ കൊണ്ട് തന്നത് തന്നെ കേട്ടോ. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കോ? മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പ്രാന്തെടുത്തിരിക്കുമ്പോഴാ. എന്താണ് പ്രാന്ത് പിടിക്കാനുള്ള പുതിയ കാരണം? അത് മീനുവിന്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ഫയൽസ് മിസ്സായി. തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. കളഞ്ഞ കൊണ്ടുപോയി കളഞ്ഞ. എടി നീ ചായ കുടിക്കുന്ന ആത്മാർത്ഥ ഈ ജോലിയിൽ കാണിച്ച ഈ പ്രശ്നം വരും. എന്തോ നലിയായിട്ട് ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കേണ്ടത്. എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയണമല്ലോ. എന്ന് കൊണ്ട് കളഞ്ഞ. മീനുവിന്റെ വിഷമം മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഓഫീസിലുണ്ടല്ലോ. അതെ, മീനുവിന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഡയലോഗ് എന്നിട്ടായിരിക്കും ഇവിടെ ഒന്ന് ചായ കുടിച്ചോണ്ടിരിക്കണല്ലേ. അതൊക്കെ ടോമിയെ നോക്കി എന്ത് മര്യാദയായിട്ടാ മീനുവിനെ ആശ്വസിപ്പിക്കണേ. ഞാൻ എന്തോ ആശ്വസിപ്പിക്കുമല്ലോ. ടോമിയുടെ സ്വഭാവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം വന്നാൽ ടോമിക്ക് സഹിക്കാൻ കഴിയില്ല. അല്ല, പ്രത്യേകിച്ച് മീനുവിന്റെ കാര്യത്തില്. നീ എന്തോന്നാണ് പറഞ്ഞു വരുന്നത്? ആരാശ്വസിപ്പിച്ചു? ഇനി പതിയെ കയറി പിടിക്കും. എങ്ങനെയും നമുക്ക് മീനുവിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കണം.
മീനുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ എല്ലാവരുടെ കാര്യമാണ്. ഇനിയിപ്പോ മേരിമേടെ അറിഞ്ഞ എന്താ സംഭവിക്കുന്നേ പറയട്ടെ. എടാ അതാണ് എന്റെയും പ്രശ്നം. എന്തി കയറി പിടിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന രാക്ഷസിയാണ്. ഇതുവല്ല അറിഞ്ഞോണ്ടില്ല, കടിച്ച് കീറി പിന്നെ. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഇത് വലിയൊരു പ്രശ്നമാണെന്നുണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട് വേണ്ട നടപടികൾ. അതൊന്നും ശരിയാവില്ല. അതിനാണ് ഒറ്റയ്ക്ക് ഈ നടപടിയൊക്കെ സ്വീകരിക്കണേ. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പൊ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ബാക്കി എല്ലാവരും പ്രതിക്കണ്ടേ? ആണ്ടേ ഓ കണ്ടില്ലേ എന്തൊരു മര്യാദ, മീനുവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ, ഒരു മഹാപുരുഷൻ. അനിയ നീ കുറെ നേരമായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരും. നിന്റെ അണ്ണാക്കി കയറി ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പറയാം, എല്ലാം ഞാൻ പറയേണ്ടതുപോലെ പറയാം. ആദ്യം നമുക്ക് മീനുവിന്റെ കാര്യത്തിലല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ല ടോമി? അല്ലേ? അതെ. ഒരു പരിഹരിക്കട്ടെ. വാ നമുക്ക് പോവാം. വാടാ മക്കളെ, ആന്റിയുടെ വാരിക്കുഴിയിലേക്ക് വന്ന് എല്ലാണോ ചാടും. ആന്റി ശരിക്കൊന്ന് കാണട്ടെ.